കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വിഷയം ദൈവാനുഗ്രഹമുള്ള നക്ഷത്രക്കാർ. ദൈവാനുഗ്രഹമുള്ള നക്ഷത്രക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ആൾക്കാരിൽ വരും, ദൈവാനുഗ്രഹമുള്ള നക്ഷത്രം, മറ്റ് ഈ പറയുന്ന നക്ഷത്രക്കാരല്ലാത്തവർക്ക് ദൈവാനുഗ്രഹം ഇല്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുണ്ട്. 27 നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹം കിട്ടും, ഉറപ്പാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ദൈവാനുഗ്രഹം കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാർ. എല്ലാവരിലും എല്ലാ നക്ഷത്രക്കാരിലും ദൈവാംശമുണ്ട്, ഒരു കുഴപ്പമില്ല, ആരും അങ്ങനെ നിഷേധിക്കണ്ട. എല്ലാവരിലും ഉണ്ട്, നല്ലതും ചീത്തയും എല്ലാ നക്ഷത്രങ്ങളിലും ഉണ്ട്. അപ്പൊ ദൈവാനുഗ്രഹം അല്പം കൂടുതലുള്ള ചില നക്ഷത്രക്കാരത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങൾ ശുക്രഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ്. ഇവരിൽ ദൈവാനുഗ്രഹം കൂടുതൽ കാണും. ഞാൻ ഇത് പറയണതാണ്. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങൾ ശുക്രഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ്. ഇവരിൽ ദൈവാനുഗ്രഹം മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ കാണാൻ സാധ്യത കൂടുതലുണ്ട്. ഇതുകൂടാതെ രോഹിണി, അത്തം, തിരുവോണം, രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചന്ദ്രഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ്. ഇവരിലും ദൈവാനുഗ്രഹം കൂടുതൽ കാണാൻ ഉണ്ട്. അതേപോലെ തന്നെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി, പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങളിലും ദൈവാനുഗ്രഹം കൂടുതലാണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വേഴഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണിത്. ഇവരിലും ദൈവാനുഗ്രഹം കൂടുതൽ ഉണ്ടാകും. അതേപോലെ തന്നെ ആയില്യം, കേട്ട, രേവതി, ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രങ്ങൾ ബുധഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണ്. ഇവരിലും ദൈവാനുഗ്രഹം കൂടുതൽ കാണാം. അതായത് ശുഭഗ്രഹങ്ങളായ ശുക്രൻ, ചന്ദ്രൻ, വേഴം, ബുധൻ ഈ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കിട്ടില്ല എന്ന് ആരും ധരിക്കരുത്. എല്ലാവരിലും ഇതുണ്ട്. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളാണ് ഞാനിത് പറഞ്ഞത്. ഇവർക്ക് ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ദൈവാനുഗ്രഹം കൂടിയും കുറഞ്ഞും പലർക്കും ഉണ്ടായിന്ന് വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് അല്പം ഇത്തിരി മെച്ചമായി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹമുള്ള നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.